നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്. നിങ്ങൾ ഏത് ടൈമിൽ കാണുന്നോ ആ സമയത്ത് അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ റീഡിങ്സുകളും സമർപ്പിക്കുന്നത്. എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നിങ്ങൾക്കുള്ളിലുണ്ട് അത്രത്തോളം നിങ്ങളിലേക്ക് ഇതിനകത്ത് പോസിറ്റീവാകുന്ന ഓരോ കാര്യങ്ങളെയും പ്രപഞ്ചം കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്ന് തോന്നുന്നവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ. കാരണം ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിനകത്തൊരു നെഗറ്റീവ് ആകുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒരു ബാഡ് എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എത്രയും പോസിറ്റീവായിട്ട് ഇരിക്കാമോ അത്രത്തോളം നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വിശ്വാസവുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. നമ്മൾ ആദ്യം വിശ്വസിക്കുക. എന്ത് കാര്യത്തോടും ഒരു വിശ്വാസമുണ്ടായാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു ഗതി വരികയുള്ളൂ, നമുക്കൊരു ഉയർച്ച വരികയുള്ളൂ. പിന്നെ ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ളൊരു സ്ട്രെങ്ത്, ഒരു മനസ്സിന് കരുത്ത് നിങ്ങൾ സ്വയം പകർന്നു നൽകുക. ഇമോഷണലി എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഒരു വ്യക്തിബന്ധങ്ങളിലും ഇമോഷണലി പെട്ടുപോകാതിരിക്കുക. എപ്പോഴും അച്ചീവ് ചെയ്യുക എന്നും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ദിവസമാണില്ല, അത് പ്രായമോ ഒന്നും അവിടെ ഒരു പ്രശ്നമല്ല. ഒരു ദിവസം, ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാൻ സാധിക്കും, പുതിയതായിട്ട് എന്ത് ചെയ്ത് തീർക്കാൻ സാധിക്കും, എന്തു തുടങ്ങി വയ്ക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തകളോടുകൂടി തന്നെ ഉണരുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക കേട്ടോ. വ്യക്തിബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രണയത്തിന് വേണ്ടിയിട്ടും ഇമോഷണൽ പരമായിട്ട് നിങ്ങളെ വിട്ടുപോയ വ്യക്തികളെ ഓർത്തുമൊന്നും നിരാശപ്പെട്ടും കരഞ്ഞും അതുപോലെ തന്നെ ലൈഫിനെയും ശരീരത്തിൻ്റെ ഹെൽത്തിനെയും നശിപ്പിക്കാത്ത രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് നമ്മൾക്ക് ജീവിച്ചു പോകാൻ നോക്കണം. തീർച്ചയായിട്ടും സക്സസ്സേ ഉണ്ടാവുള്ളൂ. ഞാനിത് പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ എപ്പോഴും വാട്സപ്പിലൂടെ ഓരോ വ്യക്തികൾ അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ ഈ ഒരാളോട് തന്നെ പറയണ്ട. ഇത് നമ്മളുടെ റീഡിങ്സുകൾ എപ്പോഴും കേൾക്കുന്നവരാണല്ലോ വാട്സപ്പിൽ വന്ന് നമ്മളോട് എപ്പോഴും ഇങ്ങനെ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത വിധം സങ്കടങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് ഒന്നിച്ചങ്ങ് പറയുകയാണെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉപദേശം ഇഷ്ടമില്ലാത്ത ആളുകൾ അത് സ്കിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ച് ഓടിച്ചു വിട്ടിട്ട് ബാലൻസ് കേൾക്കുകയോ ചെയ്യുക കേട്ടോ. തള്ളൊന്നുമല്ല കേട്ടോ നമ്മൾ പറയുന്നതൊന്നും. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് സോഴ്സ് ആണ് കേട്ടോ. ഒരു ഫൈറ്റിംഗ് എനർജിയുടെ ദിവസമായിട്ടാണ് നമുക്ക് കാണുന്നത്. കാരണം നിങ്ങൾ കുറച്ച് നാളായിട്ട് വളരെ സ്ട്രെസ് അനുഭവിക്കുന്നു. നിങ്ങളെ ആരും ആവശ്യമില്ലാതെ വാച്ചിങ് ചെയ്യുന്നു. അതായത് ഫാമിലിയിൽ തന്നെ നിങ്ങളുടെ കുടുംബ പേരൻസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആവാം. നിങ്ങൾ ഓവർ കൺട്രോളിങ് ചെയ്യാനും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങളെ വാച്ചിങ് ചെയ്ത് നിങ്ങളെ വളരെയധികം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു എനർജിയിലൂടെ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാതെ നിങ്ങൾ വളരെയധികം മാനസികമായി വിഷമിച്ച് സ്ട്രെസ് അനുഭവിച്ച് നിൽക്കുന്ന ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. ഇന്നത്തെ ദിവസം ആ ഒരു കാര്യത്തെ ചൊല്ലി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലീഗൽ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിന് അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിലോ നിങ്ങൾക്കൊരു ഫൈറ്റിംഗ് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെയാണ് ഒരു സക്സസ് വരുന്നത്. നിങ്ങൾക്ക് നേരെ ഫൈറ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾ, നിങ്ങളെ മോശമാക്കാൻ ശ്രമിക്കുന്നവർ, നിങ്ങൾക്കൊരു ബാഡ് കർമ്മ നൽകിയിരിക്കുന്നവർ, അതായത് മാനസികമായിട്ട് ചില പിരിമുറുക്കങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുന്ന വ്യക്തികളിൽ നിന്നും ഇന്ന് നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ഒന്നും ആകുന്നില്ല. കാരണം നിങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യക്തികളുമായിട്ട് തന്നെയാണ് നിങ്ങൾ ലീഗൽ പരമായിട്ടാണെങ്കിലും അല്ലാത്ത രീതിയിലും ഈ ഒരു കാര്യം മുന്നോട്ടേക്ക് പോകുന്നത്, ഈ ഒരു ഫൈറ്റിംഗ് എനർജി കാണുന്നത്. മാത്രമല്ല ചില സിറ്റുവേഷൻസിനെയൊക്കെ ഇന്ന് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു വിധി നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു വിധി നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്ന
ഒരു എനർജി ചില സിറ്റുവേഷൻസിന് ഒരു തീരുമാനമെടുക്കാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ബാലൻസിൽ കൊണ്ടുപോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യൽ പരമായിട്ടാണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ആർക്കെങ്കിലും ഫിനാൻഷ്യൽ പരമായിട്ടൊക്കെ കൊടുക്കേണ്ടതായ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ പാർട്ട്ണർക്കിടയിലോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം ഇന്ന് എടുക്കാൻ സാധിക്കുന്നു. നിങ്ങളൊരു ഉറച്ച ഒരു ജസ്റ്റിസ് അവിടെ നടപ്പിലാക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഫിനാൻഷ്യൽ പരമാകുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുകൂടി നമുക്ക് എനർജിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ വ്യക്തികളെ സംബന്ധിച്ച് ലീഗൽ പരമായിട്ടാണേലും നിങ്ങളുടെ ഫാമിലി പിന്നെ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിലാണേലും എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സൊല്യൂഷൻ കാണാനും നല്ല രീതിയിലൊരു ജസ്റ്റിസ് അവിടെ ഉണ്ടാകുന്നു എന്ന് തന്നെ പറയാം. ഒരു ബാഡ് കർമ്മ മാറി ഒരു ഗുഡ് കർമ്മ എനർജിയിലേക്ക്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായും ഇന്ന് നിങ്ങളുടെ ഫാമിലിക്ക് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് മുമ്പിൽ നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ്, ഫിനാൻഷ്യൽ പരമായിട്ടാണെങ്കിലും എന്തെങ്കിലും ഫൈറ്റിംഗ് നടത്തുന്നവരുടെ മുന്നിൽ നിങ്ങളെ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു കൊടുക്കാൻ, നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തി എന്താണെന്ന് തെളിയിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അതിനുള്ളൊരു പവർ നിങ്ങൾക്കിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന, അതായത് നിങ്ങളൊരു ബന്ധനത്തിൽ പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ഇമോഷണൽ ബ്ലോക്കേജിൽ പെട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഓവർ തിങ്കിങ് ആണ്, നെഗറ്റീവായ ചിന്തകൾ, ഒരു ബ്ലൈൻഡ്നെസ് ആണ്. നിങ്ങൾക്കൊരു മുന്നോട്ടേക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലാതെ നിങ്ങൾ ഇരയാക്കപ്പെട്ടു, നിങ്ങൾ ശരിക്കും ചതിക്കപ്പെട്ട ഒരു സിറ്റുവേഷൻസിലാണ് കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. അതായത് ഇമോഷണൽ പരമായിട്ട്, അതായത് സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇമോഷണലി നിങ്ങൾ എവിടെയോ ഒരു തെറ്റായ സിറ്റുവേഷൻസിൽ ഫോക്കസിങ് ചെയ്തു. അത് നിങ്ങൾ പോസിറ്റീവാണ് എന്ന് ചിന്തിച്ചെടുത്ത ഒരു കാര്യം നിങ്ങൾക്ക് വലിയ ശക്തമാകുന്ന ഒരു നെഗറ്റീവ് സമ്മാനിച്ചതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു ദുരന്തത്തിൽ നിന്നും നിങ്ങൾക്കിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒരു ശക്തി ആർജിച്ചെടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫിനാൻഷ്യൽ പരമായ ലോസിൽ നിന്നും ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പരമാകുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ സാമ്പത്തികം ചോദിച്ച് വളരെയധികം നിരാശയോടുകൂടി നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഏതെങ്കിലും ഒരു കരിയർ പരമാകുന്ന കാര്യത്തിൽ പെടുത്തി നിർത്തിയതോ അല്ലെങ്കിൽ ഒരു കരിയർ പരമാകുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സാമ്പത്തികം തേടി നടക്കുന്നുവെങ്കിൽ, ഒരു വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ഒരു പുതിയ ജോബിന് കയറുന്നതിന് വേണ്ടിയിട്ടോ എന്തോ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു വെല്ലുവിളി കരിയർ എനർജിയിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കരിയർ പാത്തിൽ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമാകുന്ന ഒരു ലോസോ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് അതിന് വേണ്ട ഒരു മാർഗം, കുറച്ച് ടൈം എടുത്താലും ഇന്ന് നിങ്ങൾക്ക് അതിന് വേണ്ട മാർഗങ്ങളുടെ ഒരു വഴി യൂണിവേഴ്സ് കാണിച്ച് തരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഒരു മാറ്റമുണ്ട് കേട്ടോ. കുറച്ച് ടൈം എടുക്കും നിങ്ങളിലേക്ക് ആ ഒരു ഫിനാൻസ് എത്തിച്ചേരാനെങ്കിലും നിങ്ങൾക്കൊരു മാർഗം തെളിയിച്ച് തരുന്നു. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ട ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കാണിച്ച് തരുന്ന ഒരു റിസൾട്ട് കിട്ടും. പോസിറ്റീവായൊരു ന്യൂസോ റിസൾട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് കാണുന്നത്. അതായത് ഒരു അബണ്ടൻസ് ആണ് കേട്ടോ. ഇനി മുന്നോട്ടേക്ക് അതിനെ സംബന്ധിച്ച് ഫിനാൻഷ്യലി ഒരു അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. കൂടാതെ തന്നെ വിവാഹം പോലുള്ള ചില കാര്യങ്ങൾ ചില വ്യക്തികളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പ്രതീക്ഷിക്കാതെ വിവാഹം എന്നൊക്കെ പറയുന്നൊരു കാര്യത്തിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറി നിന്നിരുന്നെങ്കിൽ, അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് നെഗറ്റിവിറ്റി അനുഭവിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ, ഒരു അബണ്ടൻസ്, ഒരു ലോട്ടറി ഭാഗ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പോസിറ്റീവായി വളരെയധികം പ്രഷ്യസ് ആയ ഒരു പാർട്ട്ണറുടെ എനർജി, ഒരു സോൾ എനർജി നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് അത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയ രീതിയിലൊരു ആൻസൈറ്റിയൊക്കെ നിങ്ങൾക്കുള്ളിലുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളിലേക്ക് മാര്യേജ് സംബന്ധമാവുന്ന ഒരു കാര്യം, പോസിറ്റീവായൊരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നത്. അതിൽ നിങ്ങൾ നിരാശപ്പെടുകയോ ഭയപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട. ഒരു കുറച്ചുറക്കം നഷ്ടപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ അത് ലൈഫിലേക്ക് വന്ന് ചേരുന്നതാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പോസിറ്റീവ് തന്നെയാണ്.
അതുപോലെ കരിയർ എനർജിയിലാണേലും നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിലാണേലും ചില ബൗണ്ടറിയൊക്കെ ഇട്ട് നിൽക്കുന്നു. അതായത് നിങ്ങളുടെ ഒരു കർമ്മ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസ്, പെയിൻഫുള്ളായ ഒരു സാഹചര്യം എൻഡ് ആകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെങ്കിലും നിങ്ങൾ അനുഭവിച്ച ആ ഒരു പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച് തീർത്ത ആ ഒരു പെയിനിൽ നിന്നും ആ ഒരു ഭയത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളിപ്പോഴും ആ ഒരു ഭയത്തെ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ഒരു കർമ്മ അവസാനിച്ച് കേട്ടോ. ഒരു ബാഡ് കർമ്മ, വളരെ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച ട്രാജഡി എനർജിയിലൂടെ കടന്നുപോയ ഒരു പെയിൻഫുള്ളായ ഒരു സിറ്റുവേഷൻസ് എൻഡായി കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻസിനെ ഓർക്കുന്നു, ഭയപ്പെടുന്നു. എനിക്ക് തോന്നുന്നു ഇമോഷണൽ പരമായിട്ടാണ് നിങ്ങൾ ആ ഒരു പെയിൻ അനുഭവിച്ചത്. അതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ പറ്റിയിട്ടില്ല. ആ ഒരു ഭയത്തിൽ നിന്നും മാറാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾ മോചിക്കപ്പെട്ടു കഴിഞ്ഞു ആ ഒരു കർമ്മയിൽ നിന്നും. നിങ്ങൾ അനുഭവിച്ചിരുന്ന ഇമോഷണൽ പരമാകുന്ന ആ ഒരു ബാഡ് കർമ്മയിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളെ പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പൊയ്ക്കോളുക. സക്സസ് ആണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അതുപോലെ പാസ്റ്റിലെ ചില കാര്യങ്ങളിലേക്ക് കുറേ ആളുകൾ തിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഫ്യൂച്ചർ സംബന്ധമായ ചില കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാനും ചില തിരിച്ചറിവുകളുടെ ഫലമായിട്ട് പാസ്റ്റിൽ ചില കരിയർ എനർജിയിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളിലേക്ക് സക്സസ് ആവുക എന്നത് കുറച്ച് കാലതാമസമുണ്ട്, ഡിലേ ആണ് കേട്ടോ. ഇച്ചിരി ഒരു ഹൈഡിങ് എനർജിയാണ് അവിടെ കാണുന്നത്. കുറച്ച് കാലതാമസം കാണുന്നുണ്ട്. കാരണം ആ ഒരു സിറ്റുവേഷൻസിൽ സംഭവിച്ചു പോയ ആ ഒരു സാഹചര്യങ്ങൾ ചിലപ്പോൾ സംസാരത്തിലാവാം അല്ലെങ്കിൽ പെരുമാറ്റത്തിലാവാം, ചെറിയ ബാഡ് സിറ്റുവേഷൻസിനെയൊക്കെ അതിജീവിച്ചിരുന്നു എന്നാണ് കാണുന്നത്. പാസ്റ്റിലെ കരിയർ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് തിരിച്ചു പോകുന്നു. അത് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് കേട്ടോ. ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ജോലി സംബന്ധമാകുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമാണ്. നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരുന്ന, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരു പുതിയ തുടക്കമാണ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നതെന്നാണ് കാണുന്നത്. പക്ഷേ അതിനെ അങ്ങ് പൊരുത്തപ്പെടാൻ, അതുമായിട്ട് കണക്റ്റ് ചെയ്ത് പോവാൻ കുറച്ച് കാലതാമസം എടുക്കും. പക്ഷേ എന്നാൽ തന്നെ നിങ്ങൾക്കതൊരു സൺറൈസിങ്ങുമാണ്. നിങ്ങളുടെ ഒരു സ്ഥാനം മാറുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷന് വളരെ ശക്തമാകുന്ന ഒരു ചേഞ്ചിങ് സംഭവിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ചില റീയൂണിയനുകളൊക്കെ ഇന്ന് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യൽ പരമാകുന്ന ചില കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. നിങ്ങൾ ഫിനാൻഷ്യൽ പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ രണ്ട് ഷെയറിങ് എനർജി, അതായത് ഒരു ആരോടെങ്കിലും അങ്ങോട്ട് ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾ ഒരു കൊടുക്കൽ വാങ്ങലിനായിട്ട് നിങ്ങൾ കുറേ നാളുകളായിട്ട് ഇരിക്കുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവായിട്ടാണ് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വരുന്നത്. അതുപോലെ ഒരു റീയൂണിയൻ എനർജിയും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. കുറേ കാലമായിട്ട് ചുമന്നുകൊണ്ടിരുന്ന ഒരു ബർഡൻ, അതായത് ഫിനാൻഷ്യൽ പരമായിട്ടാണേലും ഇമോഷണൽ പരമായിട്ടാണേലും ഇന്ന് കുറേ വ്യക്തികൾക്ക് എൻഡ് ആകുന്നു, അവസാനിച്ച് കിട്ടുന്നു. കുറച്ചൊരു ഇൻറ്റ്യൂഷൻ പവറും കുറച്ചൊരു മൈൻഡ് പവറും ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. വളരെ ബ്ലെസ്സിങ്സും പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു. കുറച്ച് ബർഡനെ ഇറക്കി വെക്കാൻ പറ്റുന്നു. നിങ്ങൾ ഇത്രയും നാളും എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി എടുത്ത കാര്യങ്ങളാണെങ്കിലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇന്നത്തെ ദിവസം ഈ ഒരു കമ്മ്യൂണിക്കേഷനോട് കൂടി, ഈ ഒരു ഷെയറിങ്ങോട് കൂടി നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ പറ്റുന്നു. കുറേ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. ഫാമിലി സംബന്ധമായിട്ട് അതൊക്കെ വളരെയധികം ഒരു ഹെൽത്ത് എനർജിയിലേക്കാണ് പോകണം കേട്ടോ. ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് കുടുംബത്തെയൊക്കെ ഒന്ന് സേഫ് ആക്കാൻ പറ്റുന്നുണ്ട്. ഒരു ലോങ് ടൈം സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷനോട് കൂടി അല്ലെങ്കിൽ ഈ ഒരു ഷെയറിങ് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു കൊടുക്കൽ വാങ്ങലിലൂടെ സംഭവിക്കുന്നതെന്നാണ് കാണുന്നത്. അതുപോലെ ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഫാമിലി പരമായിട്ട് പാസ്റ്റിൽ ഒരു പേഴ്സണുമായിട്ടൊരു റീയൂണിയൻ കാണുന്നുണ്ട് കേട്ടോ. ഒരു കണ്ടുമുട്ടലാവാം. അതായത് ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലെയോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് പണ്ട് കാലത്ത് നമ്മുടെ തറവാടൊക്കെ പോലുള്ള ആ ഒരു സിറ്റുവേഷൻസിൽ ജീവിച്ച ഏതെങ്കിലും വ്യക്തികളുമായിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ ദിവസം കുറേ വ്യക്തികളുടെ എനർജിയിൽ കണക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കംബാക്ക് എന്നൊക്കെ പറയാം, ഒരു പുറകോട്ടൊരു ട്രാവലിംഗ് നടത്തേണ്ടതാകുന്ന ഒരു സിറ്റുവേഷൻസ്, ചില ഓർമ്മകളെ
ഇന്ന് അയവിറക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ലൈഫിൽ വന്നു ചേരുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു സൺറൈസിങ് ആണ് കേട്ടോ. നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളെയും മാറ്റി വെച്ച് നിങ്ങൾ ഒരു ഗോൾ, ഒരു ലക്ഷ്യം മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫോർട്ട് എടുത്ത ഒരു സിറ്റുവേഷൻസിൽ ഒരു സക്സസ് ഇന്ന് നിങ്ങളെ തേടി വരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു സക്സസ്, ഒന്നെങ്കിൽ ഒരു വിദേശ യാത്ര പോലുള്ളൊരു കാര്യമായിരിക്കാം, അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലൊരു മാറ്റം, ഒരു ലോകം കീഴ്പ്പെടുത്തിയ ഒരു രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസ് ഇന്നത്തെ ദിവസം മുതൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ലൈഫ് ലോങ് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത്. ഒരു വിജയിയുടെ ദിവസമാണ് കേട്ടോ കുറേ വ്യക്തികളെ സംബന്ധിച്ച്. അതെനിക്ക് തോന്നുന്നു ഇമോഷണൽ, ഒരു ഫിനാൻഷ്യലി ആവാം, കരിയർ പരമായിട്ടാവാം. നിങ്ങൾ ഒരുപാട് കാലങ്ങൾ കൊണ്ട് വളരെയധികം ഇതിനു വേണ്ടിയിട്ട് ത്യാഗം അനുഭവിക്കുന്നുണ്ട്, എഫോർട്ട് എടുക്കുന്നുണ്ട്. ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു എത്രത്തോളം നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്തോ അത്രത്തോളം ശക്തമാകുന്നൊരു സക്സസ് ഇന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ കൺഫ്യൂഷനൊക്കെ ആയിട്ട് നിന്നൊരു എനർജി കുറേ വ്യക്തികളിൽ നിന്ന് എൻഡ് ആവുന്നുണ്ട് കേട്ടോ. കൺഫ്യൂസ്ഡ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് എൻഡ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഒരു ഡ്രീം, നിങ്ങളുടെ ഒരു സ്വപ്നം ഇന്ന് റിയാലിറ്റി ആകാൻ പോകുന്നു. അൺഎക്സ്പെക്റ്റഡ്, നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇന്നൊരു പുതിയ തുടക്കം, അതായത് അതിനൊരു പൂർണ്ണത കിട്ടുന്നു എന്ന് തന്നെ കാണാം. അതുപോലെ ഒരു ട്രാവലിംഗ് എനർജി, ഫാമിലി സംബന്ധമായിട്ട് ആവാം അല്ലെങ്കിൽ കരിയർ പരമായിട്ടാവാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ട്രാവലിംഗ് എനർജിയാണ് കേട്ടോ. അതായത് സ്റ്റക്കായിട്ട് നിന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് സ്തംഭിച്ച് നിന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ അതായത് ഒന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ പൂർണ്ണമായും സ്റ്റക്കായിട്ട് നിന്നടുത്ത് നിന്നും നിങ്ങൾ വീണ്ടും സ്റ്റാർട്ടിങ് ചെയ്യുന്നു, നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. നിങ്ങൾക്ക് തകർച്ചയുണ്ടായ ഒരു കാര്യമാവാം, നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളാവാം. ആ ഒരു സ്ഥലത്ത് നിങ്ങൾ സ്തംഭിച്ച് നിങ്ങൾ എന്ത് ചെയ്യണമെന്നോർത്ത് പകച്ച് നിന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് മുന്നോട്ടേക്ക് യാത്ര തിരിക്കുകയാണ്. ഒരു പുതിയ യാത്ര തുടങ്ങുന്നു. നിങ്ങൾ കാത്തിരുന്ന, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അതുപോലെ ഇന്ന് നിങ്ങളുടെ സിറ്റുവേഷൻസിനെ, നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം ഈഗോയിസ്റ്റിക്കായ, നിങ്ങൾക്ക് മുമ്പിൽ ഒരിക്കലും തോറ്റു തരാതെ നിങ്ങളെ വളരെയധികം ശക്തമായിട്ട് കൺട്രോളിങ് ചെയ്തിരുന്ന ഒരു പേഴ്സണെ ഇന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മാനേജിങ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾക്ക് മുന്നിൽ ചില വ്യക്തികൾ ഇന്ന് അടിയറ പറയുന്ന ദിവസമാണ്. നിങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന, നിങ്ങളെ അത് ഫാദർ എനർജിയെ പോലുള്ളതാവാം, പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി കരിയർ പരമാകുന്ന പാത്തിലുള്ളൊരു പേഴ്സൺ ആവാം. നിങ്ങളെ അടക്കി ഭരിച്ചിരുന്ന ഒരു വ്യക്തിയെ ഇന്നത്തെ ദിവസം കുറേ ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് മാനേജിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ചില ഹാർട്ട് ബ്രോക്കണുകളെയൊക്കെ നമ്മൾ ഇന്ന് നേരിടേണ്ടി വരും കേട്ടോ. ചെറിയ രീതിയിലൊരു ഇമോഷണൽ പെയിനൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത്. ചില സിറ്റുവേഷൻസുകളിൽ ഓവറായിട്ട് മതിമറന്ന് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ ശ്രമിക്കുക. ചില സ്ഥലത്ത് ഓവറായിട്ട് കൺട്രോളിങ്ങിന് പോകാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഫോക്കസിങ് ചെയ്യേണ്ട കാര്യത്തിൽ മാത്രം ഫോക്കസിങ് ചെയ്യുക. മറ്റുള്ള കരിയർ പരമാകുന്ന പാത്തിലൊന്നും ഒന്നിനെയും ഭയപ്പെടാത്ത വിധം വളരെയധികം പോസിറ്റീവായിട്ട് ബൗണ്ടറി ഒന്നും തീർക്കാതെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുക. ഇന്ന് സൗഹൃദ ബന്ധങ്ങളുമായിട്ട് വളരെയധികം ഇന്നൊരു വിവാഹം പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്നൊരു ദിവസമാണ് കേട്ടോ. ഇന്നൊരു സന്തോഷമൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്ന ഒരു അബണ്ടൻസ്, ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെയൊക്കെ ഒരു ടൈം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വിവാഹം പോലുള്ളൊരു കാര്യത്തിലൊക്കെ ഇന്ന് ഒത്തുചേരാനും ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് കൂട്ടുകാരോടൊത്തൊന്ന് അടിച്ചു പൊളിക്കാനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. അപ്പം വരാഹി മന്ത്രവും മണി അഫർമേഷൻസ് ഇട്ടിട്ടുണ്ട്. ധൈര്യമായിട്ട് വരാഹി മന്ത്രം ചൊല്ലിക്കൊള്ളുക. പോസിറ്റീവായ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് വരാഹി മന്ത്രം നമ്മൾ ചൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാഹി ദേവിയുടെ ഈ നമ്മൾ ഇട്ടിരിക്കുന്ന മന്ത്രം ചൊല്ലാവുന്നതാണ്. അത് നിങ്ങൾക്ക് പൂർണ്ണമായും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ സാമ്പത്തിക ബ്ലോക്കേജ് മാറാനാണ് മണി അഫർമേഷൻസ് ഇട്ടിരിക്കുന്നത്. അതും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൊല്ലാവുന്നതാണ്. ഒരു നെഗറ്റിവിറ്റിയും നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല. നിങ്ങളുടെ നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്ന 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിൽ സമർപ്പിക്കുന്നത്. നിങ്ങൾ ധൈര്യമായിട്ടത് ഉപയോഗിച്ചു കൊള്ളുക കേട്ടോ. പിന്നെ
എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.